നമസ്കാരം. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിച്ചു. ജാമ്യം നിഷേധിക്കുക മാത്രമല്ല, തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരുന്ന പോലെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിലുള്ള അവസാനത്തെ ആശ്രയമായിരുന്നു ജാമ്യം. അത് നിഷേധിക്കപ്പെട്ടാൽ പിന്നീട് മറ്റു വഴിയൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പൂർണ്ണവിരാമം. ഇനി ഈ കേസ് നടത്തി അത് അങ്ങേയറ്റം വരെ പോയി ജയിച്ചോ തോറ്റോ എന്നതൊക്കെ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷേ കേസിൽ നിന്നും രാഹുൽ രക്ഷപ്പെട്ടെന്ന് വരാം. പക്ഷേ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മിടുമിടുക്കനായ രാഷ്ട്രീയക്കാരൻ ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വരുന്നു. ചാനൽ ചർച്ചകളിൽ തിളങ്ങുന്നു. ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നു. അപ്രതീക്ഷിതമായി ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആകുന്നു. പക്ഷേ തൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അതിരുവിട്ട ലൈംഗികാസക്തിക്കടിമയായി സ്വയം പണി ചോദിച്ചു വാങ്ങി. അവസാനം വരെ അത് സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ നിയമത്തിന് മുൻപിൽ തോറ്റിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് പുറപ്പെടുവിച്ച വിധിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദത്തെ ശരിവെച്ചു. പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞതും വിശദീകരിച്ചതും നിസ്സഹായ ഒരു സ്ത്രീ പൊതുപ്രവർത്തകനും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപിൽ തൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ സഹായം തേടിയെത്തുന്നു. അങ്ങനെ എത്തി അവരെ ഭീഷണിപ്പെടുത്തി വശീകരിച്ച് അവരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് കാണിച്ച് ഭയപ്പെടുത്തി ബലാത്സംഗത്തിനിരയാക്കുന്നു. ആ ബലാത്സംഗം ഒരു തവണയായി അവസാനിപ്പിക്കുന്നില്ല. ഒന്നിലധികം തവണ പലയിടങ്ങളിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുന്നു. ആ ബലാത്സംഗങ്ങൾക്കിടയിൽ ആ ഇര ഗർഭിണിയാകുന്നു. ആ ഗർഭം തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാകുമെന്ന് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് ഇരയാക്കുന്നു. അങ്ങനെ ജീവപര്യന്തം തടവ് കിട്ടുന്ന ബലാത്സംഗവും ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തി വിരുദ്ധമായി ഭയപ്പെടുത്തിയുള്ള ഗർഭഛിദ്രവും രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ചുമത്തപ്പെടുന്നു. ആ കുറ്റകൃത്യം ശരിയാണെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതുകൊണ്ട് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയെങ്കിലോ എന്ന് കരുതി കാത്തിരുന്ന കോൺഗ്രസ് പാർട്ടി നേരത്തെ എഴുതി തയ്യാറാക്കി അച്ചടിച്ച് വെച്ചിരുന്ന പുറത്താക്കൽ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നു. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ച സമ്പൂർണ്ണമാകുന്നു. ഇനി രാഹുലിനെ രക്ഷിച്ചെടുക്കുക പ്രയാസമാണ്. തൽക്കാലം രാഹുലിന് മുമ്പിൽ രണ്ട് വഴികളാണുള്ളത്. എവിടെയാണോ സുരക്ഷിതമായി ഒളിവിൽ കഴിയുന്നത് അവിടെ നിന്നും പ്രത്യക്ഷപ്പെട്ട് പോലീസിന് മുമ്പിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ കീഴടങ്ങുക. കോടതിക്ക് മുമ്പിൽ കീഴടങ്ങിയാൽ കോടതി പോലീസിന് കസ്റ്റഡിയിൽ കൊടുക്കും. പോലീസിന് മുമ്പിൽ കീഴടങ്ങിയാലും 24 മണിക്കൂറകം പോലീസ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. അല്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ട് സമയം പോലെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങും. അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിലങ്ങ് വെച്ച് പോലീസ് കോടതിയിൽ ഹാജരാക്കും, പുറത്തേക്ക് കൊണ്ടുപോകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിലധികം ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ്. കുറ്റകൃത്യങ്ങൾ 3 ഇടങ്ങളിലായി നടന്നു എന്ന് പോലീസ് പറയുന്നത് കൊണ്ട് ആ ഇടങ്ങളിലെല്ലാം തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ രാഹുലിനെ കസ്റ്റഡിയിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വിട്ടുകൊടുക്കേണ്ടി വരും. ആ 3 ദിവസവും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിലങ്ങ് വെച്ച് മാധ്യമങ്ങളുടെ മുമ്പിലൂടെ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ കൊണ്ടുപോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതാണ് രാഹുലിന്റെ മുമ്പിലുള്ള ആദ്യത്തെ വഴി. രാഹുലിന്റെ രണ്ടാമത്തെ വഴി ഒളിവിൽ തന്നെ തുടരുക, എന്നിട്ട് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുക. ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിക്കാൻ കുറഞ്ഞത് 10 ദിവസമെങ്കിലും എടുക്കും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിപ്പകർപ്പ് ആദ്യം പുറത്തു വരണം. ആ വിധിപ്പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കാൻ കഴിയൂ. ജാമ്യം ഫയലിൽ സ്വീകരിച്ചാൽ പോലും ആദ്യം പരിഗണിക്കാൻ 1 ദിവസം വയ്ക്കും. അന്ന് സർക്കാരിനും ഇരയ്ക്കും നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട്. ഇരയുടെ അഭിഭാഷകനും സർക്കാരിന്റെ അഭിഭാഷകർക്കും സൗകര്യപ്രദമായ തീയതി എന്ന നിലയിൽ അതിനുശേഷം 1 ദിവസമായിരിക്കും വയ്ക്കുക. ആ ദിവസം വേണമെങ്കിൽ വീണ്ടും മാറ്റിവെക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആ വാദം ആ 1 ദിവസം തുടരണമെന്നില്ല. എന്ന് വെച്ചാൽ കുറഞ്ഞത് 10 ദിവസമെങ്കിലും എടുക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ. അതുകൊണ്ട് തന്നെ അത്രയും ദിവസം രാഹുൽ ഒളിവിൽ കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമാവും. രാഹുലിനെ തേടി പോലീസ് നടക്കുന്നതിന്റെ വാർത്തകൾ വരുമെങ്കിലും കൈവിലങ്ങ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രാഹുലിനെ കൊണ്ടുപോകുന്നതും ജയിലിലേക്ക് അടയ്ക്കുന്നതുമായ വാർത്തകളേക്കാൾ അപകടം കുറഞ്ഞത് രാഹുൽ ഒളിവിൽ കഴിയുമ്പോൾ വരുന്ന വാർത്തകൾ തന്നെയാവും. അതുകൊണ്ട് ഇതിൽ ഏതു തീരുമാനിക്കും എന്ന് രാഹുലാണ് നിശ്ചയിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഉടനടി നീങ്ങുകയാണ്. നേരത്തെ കരുതിയിരുന്നത് പോലെ
അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം അല്ല വക്കീൽ. കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന വക്കീൽ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമാണ്. എന്നാൽ ക്രിമിനൽ കേസായതുകൊണ്ട് ഈ കേസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ എസ് രാജീവിനെ ഏൽപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള മറുപടികൾ എഴുതണമെങ്കിൽ ആ വിധി പകർപ്പ് കിട്ടണം. ബാക്കി ബാക്ക്ഗ്രൗണ്ടും ഗ്രൗണ്ടും ഒക്കെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വിധി പകർപ്പ് കിട്ടുന്ന ഉടൻ തന്നെ അപ്പീൽ തയ്യാറാക്കുകയും സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുടെ അപ്പീൽ വരുന്നത്. ഹൈക്കോടതി പരിഗണിക്കുക. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചതിൽ എന്തെങ്കിലും വീഴ്ചകൾ നിയമപരമായി ഉണ്ടോ എന്നാണ്. അതേക്കുറിച്ചായിരിക്കും വാദപ്രതിവാദങ്ങൾ നടക്കുക. ആ വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചാൽ പിന്നെയുള്ള ഓപ്ഷൻ സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാൻ ഓപ്ഷനില്ല. സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യും എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അതേസമയം രാഹുൽ കടുങ്കൈയൊന്നും ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത രാഹുലിന്റെ സുഹൃത്തുക്കൾ പുലർത്തുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. രാഹുൽ ഒളിവിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അധികം ആളുകളുമായി സഹവർത്തിത്വമില്ല. 1-2 പേരുമായി മാത്രമാണ് രാഹുൽ ഇപ്പോൾ ബന്ധപ്പെടുന്നത്. രാഹുലുമായി പരിചയവും അടുപ്പവും ഉള്ളവരെയെല്ലാം പോലീസ് നിരീക്ഷിക്കുന്നത് കൊണ്ട് വളരെ കരുതലോടെ മാത്രമാണ് രാഹുൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമുണ്ട്. 3 വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോൾ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അമ്മയ്ക്കുണ്ടാവുന്ന വേദന, ദുഃഖം, ഏക സഹോദരിക്കുണ്ടാവുന്ന അപമാനം, ഇതൊക്കെ രാഹുലിന്റെ ഉറക്കം കെടുത്തുന്നു. താൻ നിരപരാധിയാണ് എന്ന് ഇതുവരെ പറഞ്ഞു നിന്നെങ്കിലും അത് കോടതിക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ട് ഒരാളെ മോഹിപ്പിച്ച് നഗ്നചിത്രം പകർത്തി ബലാത്സംഗം ചെയ്ത് ഗർഭചിത്രം നടത്തിയ ക്രൂരനായി ചിത്രീകരിക്കപ്പെടുന്നതുകൊണ്ട് ഇനി വരാൻ പോകുന്ന അപമാനമൊക്കെ അവരെങ്ങനെ സഹിക്കും എന്ന ആശങ്ക രാഹുലിനുണ്ടാവും എന്നും, ആദ്യം ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ രാഹുൽ മാനസിക നില തകർന്ന് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നെന്നും ഉറക്ക ഗുളിക കഴിച്ചായിരുന്നു ആ ദിവസങ്ങളിൽ ഉറങ്ങിയിരുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഷോ കാണിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ടെങ്കിലും അമിതമായ ആത്മവിശ്വാസം വിനയായതിന് ഇപ്പോൾ കുറ്റബോധമുണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. തന്റെ മുമ്പിൽ ഇരുട്ട് മാത്രമാണെന്നും ഇനി തന്റെ മുൻപിൽ ശൂന്യത മാത്രമാണെന്നും മുമ്പോട്ടുള്ള യാത്രയിൽ മറ്റു വഴികൾ ഒന്നുമില്ലാത്തതുകൊണ്ട് രാഹുൽ എന്തു ചെയ്യും എന്ന ആശങ്ക സുഹൃത്തുക്കൾക്കുണ്ട്. അത്തരം അവിവേകമൊന്നും കാണിക്കാതെ പിടിച്ചു നിൽക്കാൻ രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെ ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ കഴിയാത്ത വിഷമവും സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കുവയ്ക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ആകാൻ സാധ്യതയുള്ള ഒരു മിടുക്കനായ നേതാവ് അമിതമായ ആത്മവിശ്വാസവും അമിതമായ ശരീരത്തെക്കുറിച്ചുള്ള ആഗ്രഹവും മൂലം വലിയ കുഴിയിൽ ചെന്ന് വീണിരിക്കുന്നതിന് ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാളെ കേരളത്തിന് മുഖ്യമന്ത്രിയാകും എന്ന് കരുതപ്പെട്ട മനുഷ്യൻ ഇന്ന് അപമാനിതനായി തന്റെ MLA സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു. പാർട്ടി നേതാക്കൾ നിരനിരയായി MLA സ്ഥാനം രാജിവെച്ച് മതിയാവൂ എന്നാവശ്യപ്പെടുന്നു. ഇനി ഒരു മടക്കം കോൺഗ്രസ് പാർട്ടിയിലേക്കില്ല എന്ന് അവർ അസന്നിഗ്ധമായി പറയുന്നു. ഈ ഇരുട്ട്, ഈ ശൂന്യത, അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തു ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ശക്തിപ്പെടുന്നത്.